നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നിലവിൽ ഇപ്പോഴുള്ള ഒരു മണ്ഡലമാണല്ലോ പാലക്കാട് എന്ന് പറയുന്നത്. പലരും ചോദിച്ചിരുന്നു, പാലക്കാടേക്ക് മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും വരണ്ട, ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം മാത്രം മതി എന്ന് പറയുന്ന ചില പാലക്കാടുകാരന്മാരെ നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ പാലക്കാട്ടുകാരെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ചിലർ പറയുന്നു രാഹുൽ മാങ്കൂട്ടം അറുബോറനാണ്, അയാൾ ഒരു ചീപ്പാണ്, പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ പേര് തന്നെ കൊണ്ട് കളഞ്ഞ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന ചിലരെയും കാണുന്നുണ്ട്. ഇപ്പോൾ ആരായിരിക്കും ഈ പാലക്കാട് വിജയിക്കുക എന്ന ചോദ്യത്തിന് പാലക്കാടുകാർ പറയുന്ന മറുപടി, ആ രണ്ട് മറുപടിയും 50-50 ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് പകുതിയിലധികം ആളുകൾ പറയുന്നു രമേശ് പിഷാരടി വിജയിക്കുമെന്ന് പറയുമ്പോൾ പകുതിയിലധികം ആളുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അവർ പറയുന്നു ശോഭാ സുരേന്ദ്രനെ ജയിക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും നമുക്കറിയാമല്ലോ, ജനങ്ങളുടെ പ്രതികരണം തേടുന്ന സമയമാണ്. അപ്പോൾ ചാനൽ എല്ലാവരും തന്നെ ഓരോ മണ്ഡലത്തിലും ഇറങ്ങി ജനങ്ങളുടെ പ്രതികരണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണത്തിൽ ഒരു പ്രതികരണം നമ്മൾ തേടിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അവർ പറയുന്നത് ചില ഓട്ടോ തൊഴിലാളികളാണ്. അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടമൊക്കെ തന്നെ പോക്ക് കേസല്ലേ, രാഹുലിനെയൊക്കെ തന്നെ ആരാ നോക്കുന്നത്, ചീപ്പായി പോയി അയാളുടെ പ്രവൃത്തിയൊന്നും ഒരു കാരണവശാലും ശരിയല്ല. എത്രയൊക്കെ എന്തൊക്കെ എന്ന് പറഞ്ഞാലും ഒരു ജനപ്രതിനിധി, ഒരു സ്ഥാനാർത്ഥി, ഒരു ജനപ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ ഇമ്മാതിരി വൃത്തികേട് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല, ജനങ്ങൾക്ക് അത് ഒട്ടുമേ ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ പറയുന്നു എനിക്കും ഒരു പെൺമകളുണ്ട്, അല്ലെങ്കിൽ എനിക്കും ഒരു മകളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ആരിവിടെ വിജയിക്കുമെന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രനെ വിജയിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ജനങ്ങൾ അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ വിജയിക്കുമെന്നാണ് ചിലർ പറയുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ, അതായത് മുഖ്യമന്ത്രിയുടെ ഭരണത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് തെറ്റ് പറയാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ വോട്ടായി മാറുന്നതും ആ അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും. രമേശ് പിഷാരടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് രമേശ് പിഷാരടിയൊക്കെ ആര് ഗൗനിക്കുന്നു എന്നാണ്. അയാളെയൊക്കെ ആർക്ക് വേണം, ഇവരുടെ തമ്മിത്തല്ല് ഒഴിഞ്ഞിട്ടല്ലേ പാലക്കാട്ടുകാരുടെ സമയം, അല്ലെങ്കിൽ പാലക്കാട്ടുകാർക്ക് വേണ്ടിയുള്ള സമയം എന്നാണ് ചോദിക്കുന്നത്. ഇനി മറ്റു ചിലരോട് രമേശ് പിഷാരടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരായിരിക്കും ജയിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തീർച്ചയായും രമേശ് പിഷാരടിയെ ജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതെന്താ, അദ്ദേഹം സിനിമാ പ്രവർത്തകനായതുകൊണ്ടാണോ, നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ആരാധനയുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. സിനിമാ പ്രവർത്തകനായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നു. സിനിമാ പ്രവർത്തകനം അദ്ദേഹത്തിന്റെ തൊഴിലല്ലേ, അദ്ദേഹത്തിന്റെ ചോറല്ലേ, അദ്ദേഹത്തിന്റെ അന്നമല്ലേ. ഓരോ വ്യക്തിയും ഓരോ മേഖലയിൽ വിജയിച്ച് നിന്നിട്ടായിരിക്കണമല്ലോ രാഷ്ട്രീയത്തിലേക്ക് വരിക. അങ്ങനെയുള്ള ചരിത്രം നമുക്കുണ്ടല്ലോ. അതപ്പോൾ അത്ഭുതകരമായുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ എന്റെ വോട്ട് രമേശ് പിഷാരടിക്ക് തന്നെയാണ് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ പാലക്കാട്ടുകാരുടെ ആവേശം ഒട്ടും കുറവല്ല. കാരണം ശോഭാ സുരേന്ദ്രന് വിജയസാധ്യത പൂർണ്ണമായും ജയിക്കും എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. കാരണം രമേശ് പിഷാരടിയെ പോലെയുള്ള നല്ലൊരു കാൻഡിഡേറ്റ് അല്ല എന്നാണ് പലരും പറഞ്ഞത്. എന്നാൽ രമേശ് പിഷാരടി നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കും അവിടെ എന്ന ആവേശത്തോടു കൂടി വാശിയേറിയ പോരാട്ടം തന്നെ അവിടെ നടക്കുമെന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ ഏറുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എവിടെയെല്ലാം മത്സരിക്കാൻ നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം വിജയ സാധ്യത കൂട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള, മുൻ വർഷത്തേക്കാൾ വോട്ട് വിഹിതം കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചിലരുടെ ദേഷ്യമൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ടായി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട് പിറന്നാൾ സർപ്രൈസ്, പൊളി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം സർപ്രൈസ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് പാലക്കാടിന്റെ തിരുവീതികളിൽ ഇറങ്ങി അവിടെയുള്ള നോമ്പ് മുറിക്കുന്ന ഇടത്തിലൊക്കെ പോയി അവരുമായി സംവദിച്ച് അവരുമായി സ്നേഹം പങ്കിട്ടുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ചിലർ പറയുന്നു രാഹുൽ കൂടി വേണമായിരുന്നു എന്ന്, ചിലർ പറയുന്നു രാഹുൽ വരാത്തത് നന്നായി എന്ന് പറയുന്നു, ചിലർ പറയുന്നു രമേശ് പിഷാരടി തോൽക്കുമെന്ന്. എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം.